ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സ്പോ ഗെയിമർ. മറ്റൊരു കിടുക്കാഴ്ചയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരനെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് വന്നിരിക്കുന്നത് നമ്മുടെ MC സീസൺ 2 എപ്പിസോഡ് 5 ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വെറും ഒരു 49 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി നമുക്ക് 250 എന്നൊരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആക്കാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുക. അപ്പോൾ ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. ലെറ്റ്സ് ഗോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷെയ്ഡർ ഒന്ന് ഓഫ് ചെയ്തായിരുന്നു, കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ലാഗൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ലാഗൊന്നും ഇപ്പോൾ ഇല്ല, നമ്മൾ ഷെയ്ഡറൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ട നമ്മുടെ ഒരു പട്ടിയെ ടൈം ചെയ്തെടുത്തായിരുന്നു കേട്ടോ. ഞാൻ ഇത് തിന്നോ ഒരു പട്ടിയെ ഞാൻ ടൈം ചെയ്തെടുത്തായിരുന്നു ഇവിടെ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ വേണ്ട ഇവിടെ സൂപ്പർ സ്പെൽറ്ററൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് ഞാനാണ് ഗൈസ് ഡെക്കറേഷൻ ചെയ്തത്. ഞാൻ ഇവിടെ ബാമ്പു ഒക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വൃത്തിയാവണ്ടേ നമ്മുടെ ബേസ്, അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ ലാൻഡേണൊക്കെ വെച്ച് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ അയൺ ഫാമിലോട്ട് പോകാനും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കാരണം അയൺ ഫാമിലോട്ട് പോകാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ട്രേഡിംഗ് ഹാളിൽ നമ്മൾ വില്ലേജേഴ്സിനെ ഒക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എമറൽഡ് ട്രേഡ് ചെയ്യാനായിരുന്നു നേരത്തെ ഇട്ടത്. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് കുറച്ച് ടൂൾസിനൊക്കെ വേണ്ടിയുള്ള ടൂൾ സ്മിത്തിനെയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുത്ത് കേട്ടോ. പിന്നെ വേണ്ട ഇവിടെയൊക്കെ ഡെക്കറേഷനൊക്കെ ഞാനാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇവനാണ് ലീഫ് മാസ്റ്റർ ആണ് നമ്മുടെ ട്രേഡിംഗ് ഹാളിൻ്റെ ഒക്കെ പണി നോക്കുന്നത് കേട്ടോ. ലീഫ് മാസ്റ്റർ ഇപ്പോൾ അടിപൊളിയായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലീഫ് മാസ്റ്ററും കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ഡെക്കറേഷൻ ആയതുകൊണ്ട് ചെറിയുടെ മരമൊക്കെ കൊണ്ട് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ക്രോഫാമാണ്, ഞാൻ കാണിച്ചതാണ് നിങ്ങളെ. അതുകൊണ്ട് പിന്നെ ചെയ്യുന്നില്ല. ഇവിടെ ആൻവിലൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് വേണ്ട വില്ലേജേഴ്സാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ വില്ലേജേഴ്സിനെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഫയർ എക്സ്പെക്റ്റ് ഉള്ള വില്ലേജറുണ്ട്. അതാണ് ഞാൻ കാണിച്ചത് നിങ്ങളെ. അതാണ് ഇത് നമ്മുടെ ഫയർ എക്സ്പെക്റ്റ്. മറ്റേത് എഫിഷ്യൻസി 5 ആണ് കേട്ടോ. അങ്ങനെ 2 വില്ലേജർ ഇവിടെ കിടപ്പുണ്ട്. ഫയർ എക്സ്പെക്റ്റും ഉണ്ട്, എഫിഷ്യൻസിയും ഉണ്ട്. അപ്പോൾ ഈ വില്ലേജറിനെ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് ഹാളിലോട്ട് കയറണം. ഇതിനകത്ത് എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് വില്ലേജേഴ്സ് ലൈബ്രറിയാണ് ഗൈസ്. ലൈബ്രറിയാണ് ഇതിനകത്ത് സിൽക്ക് ടച്ച്. ഓക്കെ, എല്ലാം സെറ്റാണ് കേട്ടോ. നമ്മുടെ ബ്രീഡർ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വില്ലേജേഴ്സൊക്കെ സെറ്റ് ആവുന്നുണ്ട്. ബ്രീഡറൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. സീനൊന്നുമില്ല. കുറച്ച് നേരം AFK നിന്നാൽ മതി ഗൈസ്. നമുക്ക് ബ്രീഡറൊക്കെ അടിപൊളിയാക്കി എടുക്കാനേ ഉള്ളൂ. കുറച്ച് നേരം ഒന്ന് AFK നിന്ന് കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ പഴയതിട്ട ഷെയ്ഡറല്ല, ആ ഷെയ്ഡറിൻ്റെ ഇച്ചിരി വൈബ്രൻ്റ് വിഷ്വൽസ് ഉള്ള ഷെയ്ഡറാണ് ഞാൻ ഇട്ടത്. ആ ഷെയ്ഡർ പറയാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് അത് നമുക്ക് നോട്ട് ക്രാഫ്റ്റ് തന്നെയാണ്. നോട്ട് ക്രാഫ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇതങ്ങനെ ആൾക്ക് പബ്ലിക് ആക്കില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ കേട്ടോ. കാരണം വെള്ളത്തിൻ്റെ ഒക്കെ ഇതൊന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് ഹാളിലോട്ട് ഞാനിത് പോയി കാണിച്ചു തരാം. ട്രേഡിംഗ് ഹാൾ ഇതുകൊണ്ട് അതാണ് നമ്മുടെ ട്രേഡിംഗ് ഹാൾ കേട്ടോ. ഞാൻ ഒരുപാട് വുഡൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രേഡിംഗ് ഹാളിൽ. കാരണം നമ്മുടെ ലീഫ് മാസ്റ്റർ കുറേ വുഡ് വേണമെന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് റൂഫൊക്കെ വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റ് ആക്കണം കണ്ടോ. അപ്പോൾ നമ്മൾ കുറേ വുഡൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ലീഫ് മാസ്റ്റർ വന്നിട്ട് ചെയ്യട്ടെ. അപ്പോൾ അതാണ്ട് ഇവിടെ നമ്മുടെ ഇതൊക്കെയാണ് നമ്മുടെ എമറാൾഡ് ട്രേഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ. 22 ക്യാരറ്റ് കൊടുത്താൽ 1 എമറാൾഡ് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ അതാണ്ട് ഇതിനകത്ത് നമ്മുടെ എമറാൾഡ് ഇരിപ്പുണ്ട്. അതാണ്ട് ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. ഇതുവരെ ട്രേഡ് ചെയ്ത് ഇനിയും നമുക്ക് ട്രേഡ് ചെയ്യാം. നമ്മുടെ ക്രോപ്പ് ഫാം അവിടെ സെറ്റ്. അതാണ്ട് ഇവിടെ പൊട്ടറ്റോ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എമറാൾഡ് കിട്ടും കേട്ടോ. 26 പൊട്ടറ്റോ കൊടുത്താൽ 1 എമറാൾഡ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൂൾ സ്മിത്തിന് വേണ്ട ഇവിടെ അയൺ കൊടുത്ത എമറാൾഡ് കിട്ടും കേട്ടോ. പിന്നെ കോളും കൊടുത്ത എമറാൾഡ് കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റാക്കാം. പിന്നെ ഇവിടെ എല്ലാം സെറ്റാണ് കേട്ടോ. എല്ലാം സെറ്റ്. അതുകൊണ്ട് നമുക്കിനി ഇതാണ്ട് ആക്സും ഉണ്ട്, നമുക്ക് പിക്കാക്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഷവലും ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്വോർഡാണ്. അപ്പോൾ അത് ഉടനെ നമ്മുടെ ലീഫ് മാസ്റ്റർ സെറ്റാക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ഒരു കുറച്ച് നേരം നമ്മുടെ സോൾക്കിങ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു നമ്മുടെ സെർവറിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോഴെങ്ങാണ്ടാണ് പുള്ളി ഇറങ്ങിപ്പോയത് ഗൈസ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. ഇതാണ് നമ്മുടെ സൂര്യനെയൊക്കെ കണ്ടോ. അത്യാവശ്യം നല്ല അടിപൊളിയൊക്കെ ആയിട്ടുണ്ട്. ഷെയ്ഡറാണ് വേണ്ട, വെള്ളമൊക്കെ കണ്ടോ ഏതാ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. നമ്മുടെ സൂര്യനെ ഇച്ചിരി നല്ല അടിപൊളിയാണ് കാണാവൂ. പുള്ളി താന്നു പോയി കേട്ടോ, അസ്തമിച്ച് സൂര്യൻ. അയ്യോ, പുള്ളിയൊന്ന് കാണാനായിട്ട് അതുകൊണ്ട് ഇതാണ് നമ്മുടെ സൂര്യൻ. സെറ്റല്ലേ ഗൈസ്? ഇതാണ് നമ്മുടെ സൂര്യനൊക്കെ ഇവിടെ സെറ്റാണ് കേട്ടോ. അടിപൊളിയാണ്. ഇനി നമ്മുടെ ചന്ദ്രനെയും കൂടെ കാണണം അടിപൊളി. അതുകൊണ്ട് കറക്റ്റ് നമ്മുടെ ഈ അതായത് നമ്മുടെ ഒറിജിനൽ മൂൺ ഉണ്ടല്ലോ, അത് തന്നെ കറക്റ്റ് ഷെയ്ഡർ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ സംഭവങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ വലിയ അപ്ഡേറ്റ്സ് ഒന്നും നമ്മുടെ ബേസിലില്ല. പിന്നെ നമുക്ക് ഈ വില്ലേജൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ടേ
നമ്മുടേതായ ഒരു വില്ലേജ് നമുക്കിവിടെ സെറ്റാക്കി എടുക്കണം. അതായത് കസ്റ്റം വില്ലേജ് ഉണ്ടല്ലോ, അപ്പോൾ അത് സെറ്റാക്കി എടുക്കണം. പിന്നെ ഇവിടെ നമ്മുടെ കുതിരയൊക്കെ സെറ്റാണ്. നമ്മുടെ ഈ ഷുഗർ കെയിൻ ഫാം നമുക്കൊന്ന് വേണമെങ്കിൽ പുതിയ ഫാം ഉണ്ടാക്കാം കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ ട്രേഡ് ചെയ്യാനായിട്ട് ബുക്ക് വേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ ഷീപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ലെതറിനൊന്നും സീനൊന്നുമില്ല. നമുക്കിനി പ്രത്യേകിച്ച് ഫാമൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ ഓട്ടോമാറ്റിക് ക്രോപ്പ് ഫാം സെറ്റായി. പിന്നെ ഇതിൻ്റെ ഫാമും നമുക്ക് വേണ്ട, ഷീപ്പും വേണ്ട, നമുക്ക് കവും വേണ്ട. ഇതിൻ്റെ പിന്നെ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് ക്രോപ്പ് കൊണ്ടിട്ട് ഇതിനെ ബ്രീഡ് ചെയ്താൽ മതി. അല്ലാതെ സെപ്പറേറ്റ് ഫാമൊന്നും നമുക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നേരത്തെ വീഡിയോ പോലെ നമ്മളുടെ വീടൊന്ന് നമ്മൾ മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം തോന്നുന്നത് കൊണ്ട് അവിടെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വീടൊക്കെ നമ്മൾ സെറ്റാക്കി. ഇതാണ്ട് ഇവിടെ നമ്മൾ എല്ലാം ചെസ്റ്റൊക്കെ എടുത്തായിരുന്നു. ഇവിടെ ഇതാരാടാ സെറ്റാക്കിയേ? ഇത് നമ്മുടെ, എനിക്ക് തോന്നുന്നു ലീഫ് മാസ്റ്റർ സെറ്റാക്കിയതാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ എൻചാൻമെൻറ്റ് സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലീഫ് മാസ്റ്റർ സെറ്റാക്കി എടുത്തതാണിത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയമണ്ട് ആക്സിൻ്റെ പണി തീരാറായി. ഞാൻ അതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ആൻവിൽ അവിടെ ഉണ്ടോ? അവിടെ കാണും കേട്ടോ. ഞാൻ റെഡിയാക്കണം. പിന്നെ അങ്ങനെയൊക്കെയാണ് കേസ് നമ്മുടെ ബേസ് അപ്ഡേറ്റ്സ് ഇതൊക്കെ കേട്ടോ. പിന്നെ സോൾക്കിങ് ഇപ്പോൾ ലൈവ് വരുന്നില്ല, എന്താണെന്നറിയത്തില്ല. 2-3 ദിവസമായി. സോൾക്കിങ് വരുമായിരിക്കും ലൈവ് കേട്ടോ, എനിക്കറിയത്തില്ല. സോൾക്കിങ്ങിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്ന് ലീഫ് മാസ്റ്റർ കയറിയില്ല. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ലീഫ് മാസ്റ്റർ ഇന്ന് കയറാഞ്ഞത് എന്താണെന്ന് എനിക്ക് നോ ഐഡിയ ഗൈസ്. ഓക്കെ, ലീഫ് മാസ്റ്റർ സാധാരണ ഈ സമയത്തൊക്കെ കയറി അത്യാവശ്യം നന്നായിട്ട് ഗ്രൈൻഡൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ലീഫ് മാസ്റ്ററിൻ്റെ കാര്യം ഐ ഡോണ്ട് നോ ഗൈസ്. ഓക്കെ, അതുകൊണ്ട് കുറേ പേര് എനിക്ക് തോന്നുന്നു റെയ്ഡ് വിളിച്ച് ഇവന്മാർ തന്നെ അങ്ങ് ചാവുകയാണെന്ന് തോന്നുന്നു കേട്ടോ. റെയ്ഡ് വിളിച്ച് ഇവന്മാർ തന്നെ അങ്ങ് ചാവുന്നു. പിന്നെ നമ്മുടെ സോൾക്കിങ് അവിടെ എന്തോ ഒരു സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തുമായിരുന്നെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. ഞാൻ നിങ്ങളെ ഇത് കാണിച്ചായിരുന്നു, മൈനിങ് ഏരിയ കാണിച്ചായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ കേട്ടോ. ഇതിൻ്റെ അടിയിലോട്ട് ഒരുപാട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അടിയിലോട്ട്. അതിപ്പോൾ ഇറങ്ങാൻ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറുന്നതൊക്കെ വലിയ പാടാണ്. അതുകൊണ്ടാണ് അവിടെ നിന്നാണ് നമുക്ക് ഇഷ്ടംപോലെ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡയമണ്ടൊക്കെ സെറ്റാണ്, സീനൊന്നും ഇല്ല. ഡയമണ്ടിനൊന്നും വലിയ ക്ഷാമമൊന്നും ഇല്ല സുഹൃത്തുക്കളെ നമുക്ക് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. എന്നിട്ട് ഇവിടെ നമ്മുടെ സോൾക്കിങ് എന്തോ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താവാന്ന് എനിക്ക് ഇതുവരെ ഒരു പിടിയും ഇല്ല. ഇതിങ്ങോട്ട് കയറാനായിട്ട് ഇങ്ങോട്ട് കയറിയിട്ട് ഇത് എന്തോ പണിയാണ്. അയ്യോ എടാ ബഗ് അടിച്ചടാ. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഇതിനകത്ത് വീണ് ചാവുന്നത് കേട്ടോ. എൻ്റെ ഷീൽഡ് പോയി, എൻ്റെ ആക്സും ഡയമണ്ടും പോകാൻ ഞാൻ നന്നായി. 2 ഇതിനകത്ത് ഇരിപ്പം ബഗ്ഗായിരുന്നു കേട്ടോ. എനിക്കെന്തോ സെർവറിൻ്റെ ബഗ്ഗാണ്, അല്ലാതെ നമ്മൾ നീന്തിയതാണ്, കറക്റ്റായിട്ട് നീന്തിയതാണ്. സോൾക്കിങ്ങിൻ്റെ കുഴപ്പമല്ല, അവിടെ സെർവറിൻ്റെ ബഗ്ഗാണ് കേട്ടോ. എട്രനോസ് ഇച്ചിരി സീനാണ്, എന്നാലും സീനില്ല, കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, അപ്പം സീനൊന്നും ഇല്ല. എന്തായാലും ഞാൻ കുറച്ച് പ്രാവശ്യം ചത്തായിരുന്നു. ഞാനെന്തായാലും ഒരു ഷീൽഡ് ഉണ്ടാക്കി എടുക്കാനായിട്ട് അയൺ ഉണ്ടോ? അയണും ഇല്ല. അയൺ ഫാമിൽ നമുക്ക് ഒരയൺ മതി, ഒരയൺ മതി നമുക്ക് ഷീൽഡ് ഉണ്ടാക്കി എടുക്കാൻ മാത്രമാണ് കേട്ടോ, അല്ലാതെ ഒന്നും അല്ല. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. സെർവറിന് കുറച്ച് ബഗ്ഗുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കൂട്ടല്ല ഗൈസ്, സെർവറിന് എന്തൊക്കെയോ ഒരു ബഗ്ഗുണ്ട് കേട്ടോ. അപ്പോൾ സെർവറിന് ഒക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം. വരുന്ന എപ്പിസോഡിൽ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ. സെർവറിൻ്റെ ആണല്ല, നമ്മുടെ കുഴപ്പമല്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഒരയൺ മതി. ഓക്കെ, സെറ്റ്. അവിടെ ഇരുന്നോട്ടെ. നമുക്ക് പോയി നമ്മുടെ ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഒരു ഷീൽഡ് അങ്ങ് ഉണ്ടാക്കിയെടുത്ത് കൈ വെച്ചേക്കാം. എൻ്റെ ഷീൽഡ് പോയതാണ് സീന് കേട്ടോ. സീനൊന്നും ഇല്ല. നമുക്ക് ഇവിടെ ഇരുന്നിട്ടെ ഈ ഷീൽഡ് എടുത്ത് കൈ വെക്കാനായിട്ട് ഓക്കെ സെറ്റ്. അപ്പോൾ നമുക്ക് മണ്ടയ്ക്കോട്ട് തിരിച്ച് കയറി പോകാൻ. ഇവിടെ നമ്മുടെ അയൺ ഫാമൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ആകുന്നുണ്ട്. നമ്മൾ കുറച്ച് AFK നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നിറച്ച് അയൺ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് അയണിൻ്റെ വലിയ ആവശ്യമില്ല കേട്ടോ. അയൺ ഫാം ഉള്ളതുകൊണ്ട് ഇപ്പോൾ വലിയ ആവശ്യമില്ല. ഇനി നമുക്ക് എല്ലാ പ്ലേയേഴ്സും ഇത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ പോകാൻ പറ്റത്തുള്ളൂ നെതറിൽ. അതാണ് ഒരു സീനസ് ഗൈസ്. ഓക്കെ, അപ്പോൾ നെതറിൽ പോകണ കുറച്ച് ടാസ്ക്കാണ്. നെതറിൽ പോയിട്ട് വേണം, ഒരുപാട് പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ ഡയമണ്ട് ആർമർ സെറ്റാക്കും. ഉടനെ തന്നെ നമ്മൾ ഡയമണ്ട് ആർമർ ഫുൾ എൻചാൻറ്റഡ് സെറ്റാക്കും. നമ്മുടെ ആ ഒരു ട്രേഡിംഗ് ഹാളിൻ്റെ കുറച്ച് പണിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡയമണ്ട് ആർമർ സെറ്റാക്കാത്തത്. അപ്പോൾ ട്രേഡിംഗ് ഹാളിൽ നമ്മുടെ ലൈബ്രറിയൻസിനെയും അങ്ങനെ കുറച്ച് വില്ലേജേഴ്സിനെയൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫുൾ ഡയമണ്ട് ആർമർ നമുക്ക് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ അതിന് ലീഫ് ഫാസ്റ്ററും കൂടെ വരണം. അപ്പോൾ എല്ലാവരും വന്നിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. നമ്മൾ ഡയമണ്ടൊക്കെ സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഡയമണ്ടിനൊന്നും ക്ഷാമമില്ല. ഇനി നമുക്ക് ഫുൾ സെറ്റ് അങ്ങ് ആയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോഴും അയൺ ആർമറിലാണ്. ബാക്കിയുള്ള കുറേ പ്ലെയേഴ്സൊക്കെ ഡയമണ്ട് ഫുൾ സെറ്റ് ഡയമണ്ട് ആർമറിലായി. ഓക്കെ, അപ്പോൾ നെതറിയില്ല, നമുക്കിനി പോകണം. നെതറിൽ പോകാൻ എല്ലാ പ്ലെയേഴ്സും ടാസ്ക് കംപ്ലീറ്റ് ആവാതെ നമുക്ക് പോകാനൊക്കത്തില്ല കേസ്. അപ്പോൾ അത് കുറച്ച് സീനാണ്. ഇവരൊക്കെ എപ്പോൾ കംപ്ലീറ്റ് ആക്കുമോ എന്തോ.
ഒരു ഐഡിയ ഇല്ല. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. നമ്മുടെ സൂര്യനൊക്കെ താന്ന് പോകുന്നുണ്ട്. നമുക്കപ്പോൾ റെയ്ഡ് വരുത്തണം. റെയ്ഡ് വരുത്താനായിട്ട് നമ്മുടെ ഈ മറ്റേ ഇല്ല സാധനം ഉണ്ട് കേട്ടോ. റെയ്ഡ് വരുത്തണം. അപ്പോൾ നമുക്ക് ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ ആയിട്ട് വേണം നമുക്ക് റെയ്ഡ് വരുത്താൻ. റെയ്ഡ് വരുത്താനായിട്ട് മറ്റേ ആ ഒരു സാധനം കുടിക്കുന്ന സാധനം ഇവിടെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ലീഫ് മാസ്റ്ററിൻ്റെ കയ്യിൽ കാണും കേട്ടോ. ലീഫ് മാസ്റ്ററിൻ്റെ കയ്യിലുണ്ട് ആ ഒരു സാധനം. മറ്റേ ബാഡ് ഓമൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ലീഫ് മാസ്റ്ററിൻ്റെ കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ലീഫ് മാസ്റ്ററിൻ്റെയിലാണ്. ലീഫ് മാസ്റ്ററിൻ്റെ ഇരുന്നോട്ടെ, നമുക്ക് സെറ്റാക്കാം കേട്ടോ. ഒന്നും സീനില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നൈറ്റായി ഒന്ന് പോയി കിടക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇന്നത്തെ വലിയ അങ്ങനെ അപ്ഡേറ്റ്സ് വരാനായിട്ട് അങ്ങനെ നമ്മൾ ഒരുപാട് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. എന്നാലും പതുക്കെയാണ് കേസ് ഓരോരോ ഇത് അപ്ഡേറ്റ്സും പിന്നെ ഗ്രൈൻഡിങ്ങും ഒക്കെ സെറ്റായി വരുന്നത്. നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് പ്രോഗ്രസ് ആവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കുറച്ച് പരിപാടി. പിന്നെ ഇവിടെ 2 ബെല്ലൊക്കെ വെച്ചിട്ടുണ്ട് ചുമ്മാ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സൂപ്പർ സ്മെൽട്ടർ. ഇതൊന്ന് ഓണാക്കിയാൽ ഫ്യൂവൽ ഇതിനകത്തോട്ട് വരും. ഇതാണ്ട് ഇതെല്ലാം കൂടെ കത്തും കേട്ടോ. ഇതിനകത്തിപ്പോൾ ഫ്യൂവലും ഇല്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ കത്താത്തത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഗൈസ്. ഓക്കെ, അതുകൊണ്ട് അവിടെ വലിയ മരമൊക്കെ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേസ് അപ്ഡേറ്റ്സ്. അപ്പോൾ ഇനി ഓരോരോ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക, ക്ഷമയോടെ ഇരിക്കുക. അപ്പോൾ നമ്മൾ റോഡ് ടു 250 ആണ്. ഇനി വെറും ഒരു 49 എത്രയോ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ മതി നമുക്ക് 250 മൈൽസ്റ്റോൺ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ സഹകരിക്കുക സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ ഒക്കത്തുള്ളില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ദിവസം കാണാൻ കഴിയും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ടാറ്റാ ടാറ്റാ ടാറ്റാ.